അതിജീവിതയ്ക്കെതിരായ സൈബർ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്തെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് IRT വാട്സാപ്പ് ഗ്രൂപ്പിലെ നമ്പർ ഉടമ. വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ പ്രതികരിച്ചത്. പ്രചരിക്കുന്നത് വ്യാജ സ്ക്രീൻഷോട്ട് ആണ് എന്നാണ് വാദം. താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുഭാവിയല്ലെന്നും നമ്പർ ഉടമ പറയുന്നു. സ്ക്രീൻഷോട്ട് പ്രചരിച്ച നമ്പറിലേക്ക് ന്യൂസ് മലയാളം റിപ്പോർട്ടർ അജിത് ബാബു വിളിച്ചപ്പോഴാണ് ഈ പ്രതികരണം. ചേട്ടനെ ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടത് ചേട്ടനായിരുന്നോ? എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. അത് വ്യാജ സ്ക്രീൻഷോട്ട്. താങ്കൾക്ക് അതുമായിട്ട് ബന്ധമില്ല, പക്ഷെ താങ്കളുടെ നമ്പറാണല്ലോ ഇതിൽ കാണിക്കുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ താങ്കൾ? അല്ലല്ലോ. അല്ലേ? അല്ല. പേരെങ്ങനെയാണ്? എന്റെ പേര് ഹണി എന്നാണ്. താങ്കളുടെ നമ്പർ, താങ്കൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയ സംഘടനകളുമായിട്ടൊന്നും ബന്ധമില്ലേ? ഇല്ലല്ലോ. അപ്പൊ താങ്കൾ ഈ ഇത്തരത്തിലുള്ള ഇങ്ങനെ താങ്കളുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് ആണെങ്കിൽ അതിൽ പരാതി കൊടുക്കുവോ? ഏതാണ്? ഞാനിതിപ്പോഴും അറിയുന്നതല്ല. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടീം എന്നോ ഇൻസ്റ്റന്റ് റെസ്പോൺസ് ടീം എന്നോ മറ്റെയാണ് ഈ IRT എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം. പെട്ടെന്നുള്ള പ്രതികരണത്തിന് വേണ്ടി കണ്ടന്റുകൾ ഷെയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് എന്നും അത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ് എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ വന്ന ഒരു മെസ്സേജ് എന്ന് പൂർണ്ണ വിശ്വാസമുള്ള ഒരു കാര്യമാണ്. അതിനും അപ്പുറം ആ ഗ്രൂപ്പിന്റെ അഡ്മിന്മാരാരാണ്, ആ ഗ്രൂപ്പിലുള്ളവർ ആരാണ് എന്നുള്ളതിന്റെ ഒക്കെ വിശദാംശങ്ങൾ നമുക്ക് അറിയുന്നതുമാണ്. അതിൽ വന്ന ഒരു മെസ്സേജ് തന്നെയാണ് അത് എന്നാണ് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എന്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അതിലെ ആ നമ്പറുകാരന്റെ പേരെന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്ക്രീൻഷോട്ടിൽ കാണുന്ന രീതിയിൽ പേര് വാട്സാപ്പിന് മുമ്പ് കൊടുത്തിരുന്ന പോലെ തന്നെയാണെങ്കിൽ ആ പേര് തന്നെയാണ്. അതിലെന്താണോ സ്ക്രീൻഷോട്ടിൽ കാണുന്നത് അതേ പേര് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലമാണ് തോന്നുന്നു ആളുടെ സ്ഥലം, എവിടെ പറ്റിയ കൊല്ലം എവിടെ പറ്റിയായിരിക്കും. അപ്പൊ ഇപ്പോ ഞാൻ ഇങ്ങനെയല്ല, ഇത് എന്റെ അല്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ ഇവര് കോൺഗ്രസും അല്ല എന്ന് ഇനിയിപ്പോ നാളെ എല്ലാവരും പറയുമായിരിക്കും. ആകെണ്ടായ ഗുണം ഈ എപ്പിസോഡുകൾ കൊണ്ടൊക്കെ കുറെ കോൺഗ്രസിനെ ഡിസോൺ ചെയ്യാൻ കേസ് വരുന്നുള്ള പേടിച്ചിട്ടായിരിക്കാം. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, ഇദ്ദേഹം ഈ IRT സംഘത്തിൽ അംഗമല്ല എന്നാണ് പറയുന്നത് അല്ലേ? ആ ഗ്രൂപ്പിൽ ഏത് സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ നമ്പർ ഉൾപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹം എന്താണ് പറയുന്നത്? ആ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം അംഗമല്ല എന്നാണോ പറയുന്നത്? അടിമുടി ഫേക്കാണ് ലക്ഷ്മി പത്മ. അതാണ് അതിലെ ഒന്നാമത്തെ വാചകമായിട്ട് പറയാനുള്ളത്. ആരിഫ് എന്ന പേരിലാണ് ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി അതിജീവിതക്കെതിരെ ഇത്തരത്തിൽ പ്രചരണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടത് ഈ നമ്പറിൽ നിന്നാണ്. ആ വിളിക്കുമ്പോഴുള്ള പ്രചരണം കേൾക്കുമ്പോൾ തന്നെ, ആ പ്രതികരണം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, ഉണ്ടല്ലോ, ഇല്ലല്ലോ, അല്ലല്ലോ, സ്വന്തം പേര് പോലും കൃത്യമായി പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രചരണങ്ങളാകെ നടത്തുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിലിടും, അത് നമ്മൾ നേരിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ, കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്. കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പോലും പറയാൻ തയ്യാറാവാത്ത രീതിയിലുള്ള പ്രതികരണമാണുള്ളത്. ഏതാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ തുടർച്ചയായി ഈ നമ്പറിൽ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവം വാർത്ത വന്നതിന് പിന്നാലെ 3 ദിവസത്തോളം തുടർച്ചയായി വിളിച്ചു. അതിൽ ഭൂരിഭാഗം സമയവും ഫോൺ ഓഫായിരുന്നു. 3 തവണ വിളിച്ചപ്പോൾ ചാനലിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ കട്ട് ചെയ്തു. 4ാമതാണ് എന്നോട് സംസാരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ സംഭവം അറിയുന്നത് തന്നെയെന്ന്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പൂർണ്ണമായും ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നത്. ഈ നമ്പറിൽ നിന്ന് തന്നെയാണ് ആദ്യമായി ഈ IRT റെസ്പോൺസ് ടീമിൻ്റെ ഗ്രൂപ്പിൽ ഇത്തരത്തിൽ ഈ പോസ്റ്റ് വരുന്നത്. അതിജീവിതയെ ആക്രമിക്കണമെന്നും പോസ്റ്റുകൾ ഇടാൻ ധൈര്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. അതിനുശേഷമാണ് 100 കണക്കിന് ഫേസ്ബുക്ക് പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വന്നത്. പിന്നീടാണ് ഇയാളെ നമ്മൾ വിളിക്കുമ്പോൾ അയാളുടെ പ്രതികരണം നമ്മൾ കേട്ടു. വളരെ സ്വന്തം ഐഡന്റിറ്റി പോലും പറയാൻ തയ്യാറാവാത്ത രീതിയിൽ, സ്വന്തം സ്ഥലം പറയാൻ തയ്യാറാകാത്ത രീതിയിൽ, സ്വന്തം പേര് പറയാൻ തയ്യാറാകാത്ത രീതിയിൽ, സ്വന്തം രാഷ്ട്രീയം പറയാൻ തയ്യാറാകാത്ത രീതിയിലുള്ള പ്രതികരണം ഉണ്ടായത്. ഇതാണ് ഇത്തരത്തിൽ ഫേക്കായി പ്രവർത്തിക്കുന്ന ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്ന വാലും തലയുമില്ലാത്ത പേരുകളുടെ ശബ്ദം എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ളൊരു ശബ്ദത്തിൻ്റെ ഉടമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദ സന്ദേശമാണത്. കാരണം അത് ഈ അതിജീവിതയെ അതിക്രമിക്കാൻ വേണ്ടി തുടക്കമിടാൻ, സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിക്രമിക്കാൻ തുടക്കമിടാൻ നിർണായകമായ ഇടപെടൽ നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോലീസ് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പരിശോധിക്കും. നിലവിലേതാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് പി സരിനാണ്. പി സരിൻ
ഉൾപ്പെടെ പറയുന്നത് ഇയാളുടെ സ്വദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. പോലീസ് ആ കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടായിരിക്കും നടപടികളിലേക്ക് മുന്നേറുക. ഏതാണെങ്കിലും ഇത്തരത്തിലുള്ള ഫേക്ക് പ്രൊഫൈലുകളാണ് ഈ അതിജീവിതയെ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ശബ്ദമുയർത്തുന്ന സ്ത്രീകളെ, പ്രതിരോധം തീർക്കുന്ന മനുഷ്യരെ, അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന ആളുകളെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പേരില്ലാത്ത, മുഖങ്ങളില്ലാത്ത, സ്വന്തം ശബ്ദം പോലുമില്ലാത്ത ആളുകളായി അധിക്ഷേപിക്കുന്നത്. അത് തുടരും. അതിലൊരു ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത് എന്നതാണ് അതിൻ്റെ ചുരുക്കം. ലക്ഷ്മി പത്മ. ശരി അജിത്താണ്, അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.